സ്ത്രീ ശാക്തീകരണം രാജ്യപുരോഗതിയുടെ ആധാരശിലയാണെന്ന് ജോസ് കെ മാണി MP. പാലായിൽ റോട്ടറി സംസ്ഥാനതല കലാമത്സരങ്ങളിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കിയ പാലാ റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണ സമ്മേളനം ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. രാജ്യപുരോഗതിക്ക് സ്ത്രീ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്നും കേരളത്തിലെ കുടുംബശ്രീ പദ്ധതിയിലൂടെ സ്ത്രീ ശാക്തീകരണം ലോകശ്രദ്ധ പിടിച്ചുപറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ലൊക്കേഷൻ ഈസ് നോട്ട് എ പ്രയോറിറ്റി. സാധാരണ പണ്ടൊക്കെ പറയും പട്ടണത്തിൽ അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള നല്ല ഗുഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ളവർക്കൊക്കെയാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്നാണ്. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ ഈ ശ്രീജയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വെറും സൈക്കിളിൽ പോയി ഒക്കെയുള്ള ബിസിനസ്സുകളാണ്, ബിസിനസ്സല്ല ചെറിയ കച്ചവടം നടത്തിയാണ് ജീവിച്ചു പോകുന്നത്. സാധാരണ പാവപ്പെട്ട അതുപോലെ തന്നെയാണ് മറ്റേ പെൺകുട്ടിയും, കാഴ്ചയില്ലാത്ത പെൺകുട്ടിയൊക്കെ. അപ്പോൾ ഇത് ലൊക്കേഷനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചതോ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടല്ല, പക്ഷേ അവിടെ കാണുന്ന ഒരു ഹാർഡ് വർക്കാണ്, അതിന് യാതൊരു സംശയവുമില്ല. അത് കഠിനാധ്വാനത്തിൽ കൂടി ഏത് മേഖലയാണെങ്കിലും നമുക്ക് കടന്നു വരാം എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട്. പാലാ റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി വെട്ടുകാട്ടിൽ അധ്യക്ഷനായിരുന്നു. മുഖ്യാതിഥിയായ ജോസ് കെ മാണി MP വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. തിരുവാതിര, ലളിത സംഗീതം, ഗ്രൂപ്പ് മ്യൂസിക്, നൃത്തം, സ്കിറ്റ് തുടങ്ങി ഭൂരിഭാഗം ഇനങ്ങളിലും മികച്ച വിജയം നേടിയാണ് പാലാ റോട്ടറി ക്ലബ്ബ് സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തിയത്. അഡ്വക്കേറ്റ് രാജേഷ്, മിന്നി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ടീമിൻ്റെ പരിശീലനം. ചടങ്ങിൽ ഇവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഭദ്രൻ മാട്ടേൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പുതിയ അംഗമായി ജോസ് സന്തോഷ് മാട്ടേലിനെ അസിസ്റ്റന്റ് ഗവർണർ ടോണി വൈപ്പന ഇൻഡക്ട് ചെയ്തു. ഡോക്ടർ പൗളിൻ ബാബു, ഡോക്ടർ ബെറ്റി ജോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബിലെ മുതിർന്ന വനിതാ അംഗങ്ങളെയും വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ആദരിച്ചു. പബ്ലിക് ഇമേജ് ചെയർമാൻ സന്തോഷ് മാട്ടേൽ സ്വാഗതവും സെക്രട്ടറി അമൽ വർഗീസ് നന്ദിയും പറഞ്ഞു.